ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ബേബീൻ്റെ 15th ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒരു വെൽക്കം ബേബി ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു അൽക്കുലത്ത് ഒരു എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തത്. ജസ്റ്റ് നമ്മൾ എന്താ പറയുക വാങ്ങിയിട്ട് ജസ്റ്റ് ഒട്ടിക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുമ്മ കിച്ചണിൽ നല്ല അടിപൊളി കിങ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കിങ് ഫിഷൊക്കെ മേടിച്ചിടുന്നിട്ട് എപ്പോഴും ചിക്കനും ബീഫും അല്ല. അപ്പോൾ പ്രാവശ്യം വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഫിഷാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിങ് ഫിഷാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അയക്കോറ ബിരിയാണി അങ്ങനെ പറയാം, അതാണ് നല്ലത്. അതിൽ കുറച്ച് ഗീയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിലും ഗീയും അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ അരി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വെക്കാറ്. ബിരിയാണി വെക്കൽ ചെറിയ അരി വെച്ചിട്ടാണ് കേട്ടോ. മറ്റേ മന്തി വെക്കുമ്പോഴാണ് നമ്മൾ വലിയ അരി യൂസ് ചെയ്യാറ്. മോസ്റ്റ്ലി ചെറിയ അരി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കൽ. മത പീസും അതുപോലെ തന്നെ കുറച്ച് മസാലയൊക്കെ സെൻറ്ററിൽ ഇടണം. ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കിങ് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ ഫേസൊക്കെ എന്താ പറയുക, കുറച്ചൊരു ഡള്ളായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. എനിക്ക് എന്താ പറയുക, കുറച്ച് ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എന്താ പറയുക, പെയിന് ആ 15th ഡേ ആയിട്ട് എനിക്ക് പെയിന് കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഞാനൊരു ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അതുപോലെ കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടാണ് ജസ്റ്റ് ഒരു ഫ്രഷപ്പ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്, പിന്നെ എന്താ പറയുക എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പച്ചി കേക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെസ്റ്റോന്ന് ഒരു ചെറിയ കേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേരൊന്നും എഴുതാൻ പറ്റിയില്ല, പെട്ടെന്ന് പോയിട്ട് ഇപ്പോൾ മേടിച്ചു കൊടുക്കുന്ന കാരണം പേരൊന്നും എഴുതാൻ അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയിട്ട് കൊടുന്നാൽ മതിയായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ 4 പേരാണ് ഇട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഇക്കാടെ വീട്ടിൽ നിന്ന് അവർ വന്ന് പോയിട്ടുണ്ടായിരുന്നു, മോളെ മുടിയൊക്കെ കളഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15th ഡേ ആയപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ആരും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഉമ്മയും ഷാമോനും മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഒന്ന് മോളായിട്ട് കേക്കൊക്കെ മുറിച്ചു. അതുപോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒരു ചെറിയൊരു മെമ്മറബിൾ ഡെക്കറേഷൻ ചെയ്യാനൊന്നും എനിക്ക് വയ്യാത്ത കാരണം എന്താ പറയുക, അവരെന്നെ ഒരു തട്ടിക്കൂട്ടിൽ ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മളവിടുത്തെ പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും അവൾക്ക് ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് അത്ര ഒരു ബലൂണൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും പോയിട്ട് ബലൂണൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂരത്തിന് മേടിച്ചു കൊടുക്കുന്ന ആ ലൈറ്റും ഒക്കെ അവൾ കാണിക്കുമ്പോൾ അവൾ നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോളൂസ് നല്ല ചിരിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ മെമ്മറീസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, മോളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് എന്താ പറയുക ഗോൾഡൊക്കെ നമ്മൾ 14th ഡേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോൾഡൊന്നും ഇട്ട് കൊടുക്കില്ലല്ലോ, കാരണം ഓൺലി 15 days അല്ലേ ബേബിക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്ത് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഓവറായിട്ടുള്ള എന്താ പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മാത്രം വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കേക്കൊക്കെ മുറിച്ച് നമുക്ക് നമ്മുടെ ഒരു ചെറിയ സന്തോഷം എന്ന് പറയാൻ പറ്റുമല്ലോ. അതുപോലെ ഈ ഡെക്കറേഷനുകൾ എന്തായാലും പറയൊക്കെ കൊളായിക്കണമെന്ന്, കാരണം എനിക്ക് വയ്യായിരുന്നു കേട്ടോ. പിന്നെ താത്തയും ഷാമോനും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ടോ എന്നെ നോക്കാൻ വന്ന താത്ത നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 70 വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ്. ഞാനെന്താ മോളൂസ് നന്നായി കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിടക്ക് പോയിട്ട് പാലൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോള് കരയണേന് നമുക്കിതും ഒരു ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് കേട്ടോ. മൂത്താപ്പാടെ മോള് കൊടുന്നാണ് കേട്ടോ ഈ ഒരു കിലുക്ക.
അപ്പം അത് കാണിക്കുമ്പോൾ അവൾ നന്നായിട്ട് എന്താ പറയുക നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോളൂസിൻ്റെ ഡ്രസ്സ് എൻ്റെ ഒരു കസിന് കൊടുന്നതാണ് കേട്ടോ. അത് എൻ്റെ താത്ത തന്നെ പറയാം, എൻ്റെ മൂത്ത താത്ത കൊടുന്നതാണ് കേട്ടോ. മൂത്ത മോള് കൊടുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അവൾക്കും നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. വെയർ ചെയ്തപ്പോഴും നല്ല ലൂസായിട്ട് കിടന്നിട്ട് എന്താ പറയുക, നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അതുപോലെ അതിലേക്ക് ഷൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഷൂ ഇപ്പം നമുക്ക് ആ ഒരു ടൈമിൽ അതൊന്നും പാകം ഉണ്ടായിരുന്നില്ല ഷൂ. അപ്പം നമ്മളവിടെ വെച്ച് ഡ്രസ്സ് നമ്മൾ നല്ല പാകമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ജസ്റ്റ് കിടത്തിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെതാ ഞാൻ എൻ്റെ വക കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.